ഓം അവിഷ്ണം ഗുരുജയന്ത ഗടാഗടാഗ സംഭ്രമം. എന്താ ശിഷ്യ? സ്വാമി, ആ സ്വാമിയുടെ സാരഥിശം എനിക്കും പഠിക്കണ്ടേ? തലയിരിക്കുമ്പോ ബാലാടണ്ട, ഞാൻ പറയും അന്നേരം പഠിച്ചാൽ മതി. ഒരു 45-50 വയസ്സായ ശേഷം ചെയ്താൽ മതി. താടി മുടിയെല്ലാം വളരട്ടെ. നീ കുട്ടിയായിപ്പോ. സ്വാമി രണ്ടുപേര് വന്നിട്ടുണ്ട് തോന്നുന്നു. ആ വിളിക്കാൻ പാ. പോയി നോക്കട്ടെ അല്ലേ? ആ വിളി. ഇരിക്ക. എന്താണ് പ്രശ്നം? സ്വാമി, എൻ്റെ മോളെ കല്യാണം ഒന്നും റെഡിയാകുന്നില്ല. എത്രയോ വന്ന് 10-100 ആലോചന വന്നിപ്പോൾ ഒറ്റ റെഡിയാകുന്നില്ല. നിങ്ങൾ ഈ ചരടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പം ചരട് മന്ത്രിക്കലും അതുപോലെ മുട്ടയായിൽ കൂടോത്തരം ചെയ്യുന്നതും വെത്തിലെ പ്രശ്നവും ഇപ്പോൾ ഒന്നും ഫലിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യാ? ഇപ്പോൾ ഇനി ജ്ഞാനത്ത് കൂടി തന്നെ കണ്ടെത്തലേ നടക്കൂ. ഇതെല്ലാം ഉപേക്ഷിച്ചോ, ചരടെല്ലാം ഞാൻ ജ്ഞാനത്ത് കൂടി കണ്ടെത്താം പരിഹാരം. സ്ഥലം കുറ്റിയടി. ബ്രോക്കർ ബാബു അല്ലേ? തന്നെ ബാബു. 2 നില വീട്. 2 നില വീടുണ്ടോ? ബ്രോക്കർ ഓർക്കുണ്ട്. കണ്ടമാനം സ്വത്ത്. ശരി എന്നല്ലേ അവര് പറയുന്നല്ലോ. തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്രോക്കറെ മാറ്റുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്രോക്കറെ മാറ്റിയിട്ട് റെഡിയോ. ഓക്കെ ഓക്കെ. ചരട് എല്ലാം കയ്യിൽ വെച്ചോളൂ. ഒന്നും വേണ്ട. പെട്ടെന്ന് പൈസ വാങ്ങിക്കില്ല. പിന്നെ ഇനി എന്തിനാ ഇവിടെ ഇരുന്ന്? സ്വാമി, ആ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഇല്ല പറ. ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഈ ബാബുവിന്റെ ഒന്ന് മനസ്സിലാകുന്നത്. ഈ ബാബു കാരനാണ് ഞാൻ ഈ കോലത്തിലായത്. 10-700 പെണ്ണോൻ കാണിച്ചു തന്നു. ഓൻ തന്നെ കാണിച്ചു തരുക, ഓൻ തന്നെ മുടക്കുക. ഓൻ കോടീശ്വരനായി, ഞാൻ ഈശ്വരനായി.